അളന്നുകൊണ്ട് ഇവിടെ ഇല്ലേ? അത് പിന്നെ അവള് നാട് വിട്ടു പോയി. നമസ്കാരം ചൗധരി അമ്മേ. അവൾക്ക് തോന്നുമ്പോ ഇവിടെ കയറി വരും, തോന്നുമ്പോ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഇവിടെ. ഈ കുടുംബത്തോടോ ഈ വീടിനോടോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നീ അവളെ മിന്നുകെട്ടിയത് കൊണ്ട് മാത്രമാ ഇതുവരെ ക്ഷമിച്ചത്. ഇനി സഹിക്കാനും താങ്ങാനും ബുദ്ധിമുട്ടാണ്. ഇങ്ങനൊക്കെ പറയാൻ അവൾ എന്താ ചെയ്തതെന്ന് പറയും. വെറുതെ ഒരാളെ കുറ്റം പറയാൻ പാടുണ്ടോ? വെറുതെയോ? കൊള്ളാം. അഹങ്കാരത്തിന് മനുഷ്യരൂപം വെച്ച അവളെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്ന ഭേദം. വിദ്യാഭ്യാസവും അല്പം ബാങ്ക് ബാലൻസും ഉണ്ടായിട്ട് കാര്യമില്ല. നല്ല തറവാട്ടിൽ പിറക്കണം, അതില്ല അവൾക്ക്. എനിക്കും മഹേശ്വരിക്കും ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ നിന്റെ ഇഷ്ടത്തെ മാനിച്ച് സമ്മതിച്ചതാ. അതിപ്പോ വലിയ തെറ്റായിപ്പോയി. അവള് പുതിയ കാലത്തിനൊപ്പം ജീവിക്കുന്ന പെൺകുട്ടിയാ. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. നീയും പുതിയ കാലത്തിൻ്റെതല്ലേ. തറുതല പറയാതിരിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും അനുസരിക്കാനും നിനക്കറിയാവല്ലോ. പിന്നെ അവൾക്കെന്താ? ഞാനേ നിങ്ങളെയൊക്കെ കണ്ടാ വളർന്നത്. ഞാൻ വളർന്ന കുടുംബ പശ്ചാത്തലം അല്ല അവളുടേത്. അത് തന്നെയാണ് പ്രശ്നവും. ഇനി ഒരിക്കലും നിന്റെ അളകയെ അലക്കി തേച്ച് വെടിപ്പാക്കിയെടുക്കാമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ആ പെണ്ണ് ഇതുവരെ ഒന്ന് പ്രസവിക്കാത്തതെന്താ? നീ ഉത്തരം പറയടാ. ഇതിനൊക്കെ ഞാൻ എന്തുത്തരം പറയാനാ? ചില കപ്പിൾസിന് കുഞ്ഞിനെ കിട്ടുന്നത് 10-20 വർഷം കഴിഞ്ഞിട്ടാ. അതൊക്കെ വെറുതെയാണ്. അവള് പ്രസവിക്കില്ലടാ. 20 അല്ല 200 വർഷം കഴിഞ്ഞാലും അവള് പ്രസവിക്കില്ല. ചൗധരിയമ്മേ, സത്യം പറയുമ്പോ നീ എന്തിനാണ് കിടന്ന് അലറുന്നത്? സത്യം പറഞ്ഞാൽ നിന്റെ രക്തത്തിൽ ഒരു കുഞ്ഞ് പിറക്കാതിരിക്കട്ടെ എന്നാ എന്റെയും മഹേശ്വരിയുടെയും പ്രാർത്ഥന. ഇനിയെങ്കിലും നീ അവളെ ഒഴിവാക്കി വേറൊരു കല്യാണം കഴിക്ക്. അമേരിക്കയിൽ നിന്ന് നീ ഒരു മദാമയെ കെട്ടിക്കൊണ്ടു വന്നാലും ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. എന്താ, പറ്റുമോ നിനക്ക്? പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പൊയ്ക്കോട്ടെ. എനിക്കൊന്ന് വിശ്രമിക്കണമായിരുന്നു. ഇവന് എത്ര പറഞ്ഞാലും തലേ കയറുന്നില്ലല്ലോ. നിന്നെ ഇവിടെ ഇപ്പൊ വിളിച്ചു വരുത്തിയതേ വിശ്രമിക്കാനല്ല. നിനക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, ഈ കുടുംബത്തിന് പിന്തുടർച്ച അവകാശിയായിട്ട്. അതെ, മനുഷ്യനെ മനുഷ്യനായി കാണാനും കാലത്തിനൊപ്പം മാറാനും കഴിയാത്ത ഇതുപോലുള്ള കുടുംബത്തിന് പിന്തുടർച്ച അവകാശി ഇല്ലാത്തതാണ് ഈ നാടിന് നല്ലത്. നേരെ ഒരുപാട് വൈകി. ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.